സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധീന്റെ വിഷയവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് അച്ഛൻ്റെ ഒരു സങ്കടകരമായ ഒരു വിഷമം ഞാൻ കണ്ടു. അതായത് അങ്ങേര് സ്ഥലം കൊടുത്തു എന്നുള്ളത് നേരാണ്. അങ്ങേർക്കും ചെറിയ പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, രേണു സുധീന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയ ഒരു വീഴ്ച വന്നത് വിഷപ്പാമ്പ് എന്ന് വിളിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധിക്ക് ഒരു സഹായം പോലും ചെയ്യാതെ ഇന്നലെ എപ്പോഴോ വന്നു ചേർന്ന ഒരു യൂട്യൂബർ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ വീടിനോ അല്ലെങ്കിൽ വീട്ടുകാര്യത്തിനോ ഒരു 10 പൈസ പോലും സഹായം ചെയ്യാതെ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് കൂടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട് വിഷപ്പല്ല വിഷപ്പാമ്പാണ് എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല രേണു. അതുപോലെ തന്നെ അച്ഛൻ നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് രമ്യതയിൽ പരിഹരിക്കാനാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ ഇറക്കി വിട്ട് നാളെ താമസിക്കാനൊന്നുമല്ല. അച്ഛനത് ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് ആ വക്കീൽ നോട്ടീസ് അന്ന് അയച്ചത്. അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം അച്ഛനെ വിളിച്ച് സംസാരിച്ച് അച്ഛനോടൊരു സോറി പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും അഹങ്കാരത്തിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആരൊക്കെയോ നിങ്ങളെ തിരിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നീ അച്ഛനെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ആ മനുഷ്യനാണ് നിങ്ങൾക്ക് സ്ഥലം തന്നത്. ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലമാണ് ആ മനുഷ്യൻ ഫ്രീ ആയിട്ട് തന്നത്. ആ ഒരു നന്ദിയെങ്കിലും കാണിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്കൊന്നും വലിയ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും നമുക്ക് ആരെങ്കിലും ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നന്ദി കാണിക്കും. ആ ഒരു നന്ദിയെങ്കിലും കാണിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇമാതിരി തോന്നിയവാസം കാണിക്കരുത്. ഇത് വളരെ മോശമായ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാളൊരു സ്ഥലം തന്നിട്ട് അയാളെ പിന്നീട് പലരെയും കൂട്ടുപിടിച്ച് മോശം പറയുക, അയാളെ വിഷപ്പാമ്പ് എന്ന് വിളിക്കുക, എന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പോയിട്ട് വക്കീൽ നോട്ടീസ് അയക്കുക. ഇന്നിപ്പോഴതിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്ന അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു നോട്ടീസാണ്. അതാണോ വേണ്ടത്? അതാണോ വേണ്ടത്? നിങ്ങളൊന്ന് പറ. അച്ഛനെ ഒരു കോള് വിളിച്ച് തീർന്ന്, അച്ഛോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടു. അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയണോ? ഒന്നും വേണ്ട. വിഷപ്പാമ്പ് എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. രേണു സുധീനെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അതായത് രേണു സുധിയോടുള്ള എല്ലാ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്, എല്ലാ സ്നേഹവും ഉണ്ട്. പലരും എന്ന് പറഞ്ഞാൽ രേണുവിനെ ഇത് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണ്. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ നിങ്ങൾക്കൊരു സ്ഥലം തന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് സ്ഥലം തന്നിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അങ്ങേരെ എല്ലാവർക്കും ചെയ്യുന്ന പോലെ അങ്ങേരെ ഒരു ഫാദറാണ്. അതിൻ്റെ ഒരു കാര്യങ്ങളാണ് അങ്ങേര് കാണിച്ചത്. അങ്ങേരെ നിങ്ങൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഏതായാലും അച്ഛൻ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഷെഫീന ബീവിക്ക് കൊടുത്തൊരു മറുപടിയാണ്. അവരോട് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അമ്മക്ക് തന്നെ ഭയങ്കര വിഷമമുണ്ടായിപ്പോയി. ഏതായാലും അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മാഡം നമസ്കാരം. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ, കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള്, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവർ എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് ഞങ്ങൾക്കൊരു മറുപടി തന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവർത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള് വിലമതിക്കാനാവാത്തതാണ്.
അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണുസുതി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കണവിടെ ആയിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല എൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, എൻ്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനു മേൽ ദിവസം എന്നെ അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ്. പല ആൾക്കാരും, ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തകര് വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. കേട്ടോ, അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അങ്ങേർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്കൊരു മാപ്പ് പറയാൻ, അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചൊന്ന് സംസാരിക്കാനോ കഴിയില്ലേ? എന്തിനാ അങ്ങോട്ടൊരു നോട്ടീസ് അയക്കുന്നത്? ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ആരാണ് ഈ അച്ഛനെതിരെയൊക്കെ കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? അങ്ങേരെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് തന്നാണ്, അല്ലാതെ ഒരു സ്വാർത്ഥ താല്പര്യമില്ല. ഇപ്പോൾ ഫിറോസിനാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ അയാൾക്കൊരു പരസ്യം കിട്ടുന്നുണ്ടാകും, അതിൻ്റേതായ ഒരു സ്വാർത്ഥതയും കാര്യങ്ങളും അയാൾക്കുണ്ടാകും. പക്ഷേ അച്ഛൻ അങ്ങനെയില്ല. അച്ഛൻ അങ്ങനെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ നാളെ എൻ്റെ ഈ സ്ഥലങ്ങൾ വേറെ ആൾ വന്ന് എടുക്കണമെന്ന് കരുതിയിട്ടോ അങ്ങനെയൊന്നും അല്ല അച്ഛൻ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് അച്ഛൻ നിങ്ങൾക്ക് ഈ സ്ഥലം തന്നത്. അതിൻ്റെ ഒരു മാന്യത കാണിക്കുന്നതിന് പകരം വേറെ ആരൊക്കെയോ കൂട്ടിയിട്ട് അച്ഛനെതിരെ നീങ്ങുക, അച്ഛനെതിരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കയ്യടി കൂടുതൽ കിട്ടുന്നില്ലെന്നെങ്കിൽ വിചാരമുണ്ടോ? എനിക്കറിയില്ല കേട്ടാ. എന്തിനിങ്ങനെ വെറുപ്പ് വാങ്ങിച്ച് നടക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് രേണുസുതിയെ നശിപ്പിക്കാനും അവരിലൂടെ എന്ന് പറഞ്ഞാൽ ചാനൽ വളർത്താനും അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ചും കിട്ടും. പക്ഷേ അങ്ങനെ വരുമ്പോഴും രേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അച്ഛനെ ഒന്നും അതിൻ്റെ അകത്ത് വലിച്ചഴക്കരുത്. അങ്ങനെ ഒരു എന്താ പറയുക, ശരിയാണ് രേണുസുധീൻ്റെ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങേരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത അച്ഛൻ്റെ വായിൽ നിന്നും വല്ലതും വീണിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നമുക്കറിയാലോ, ഇപ്പൊ രേണു ബിഗ് ബോസിലുള്ളപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അച്ഛനെ പലതും ചോദിച്ചിട്ട് അച്ഛൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവിടെ കട്ടിങ്ങും ഇതൊക്കെ പോയിട്ട് അവർ ഇങ്ങോട്ട് പുറത്തു വിടുന്നത് രേണുവിൻ്റെ നെഗറ്റീവായിരിക്കും. അച്ഛൻ അങ്ങനെ രേണുവിനെ നെഗറ്റീവ് ആക്കിയിട്ടോ അല്ലെങ്കിൽ രേണുവിനെ മോശക്കാരിയിട്ടോ ഒന്നും നേടണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല, ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അച്ഛൻ. അങ്ങേർക്ക് ഒരു തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യമില്ല. രേണുവിൻ്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കണം, ആ സ്ഥലം വാങ്ങിച്ചിട്ട് എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരിതുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് അച്ഛൻ ആ സ്ഥലം തിരിച്ചു പണിക്കും. ഒരിക്കലുമില്ല, ഒരിക്കലും അച്ഛൻ അങ്ങനെ ചെയ്യത്തില്ല. അച്ഛൻ ഒരു മനുഷ്യനാണ്, അങ്ങനെ ഒരു കാരുണ്യ നിധിയായ ഒരു മനുഷ്യനാണ്. അങ്ങേരോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പോൾ അങ്ങേര് പോകുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മാനാശത്തിനായിരിക്കും. അതുകൊണ്ട് രേണുവിനോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ തുള്ളരുത്.
മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചലിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ അച്ഛനെ വിളിച്ച് പറയും, അച്ഛനൊക്കെ ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. നമുക്ക് ആരുടെ മുന്നിലും താണു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യം, നമ്മൾക്ക് ഇല്ലായ്മ ഈ ഉള്ളപ്പോഴേ ഒരു മനുഷ്യൻ നമ്മളെ സഹായിച്ചാണ്. അതിന് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പൈസയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സുധീൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അച്ചോ 5 ലക്ഷം രൂപയുടെ 5 സെന്റ് സ്ഥലം വേറൊരു പാവങ്ങൾക്ക് കൊടുക്കച്ചോ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം ഈ മനുഷ്യനെ എല്ലാ സ്ഥലത്തും നിങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അങ്ങേർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് വായിച്ചിരിക്കുന്നത്. എപ്പോഴാണ് രേണുവിന് ഇതൊക്കെ തോന്നിയത്? പണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. പണ്ട് രേണുവിന് വക്കീലില്ല, ആരുമില്ലല്ലോ. അപ്പോഴൊക്കെ സഹായിക്കാൻ ഇവരെ പോലെയുള്ള ആൾക്കാരിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രേണു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങരുത്. നന്ദി, നമസ്കാരം.